അപ്പോൾ ഇത് ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഓവർനൈറ്റ് ഓട്സിൻ്റെ മേലെ ഇന്ന് കുറച്ച് കുഞ്ഞുപഴങ്ങൾ കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇതിനി നല്ലപോലെ പാലിലൊക്കെ സോക്കായിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. റോൾഡ് ഓട്സ് എടുക്കുന്നുണ്ട്. ഞാനിതാ റോൾഡ് ഓട്സ് അത്യാവശ്യമൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത് ഉണ്ടാക്കിയാൽ കഴിക്കാൻ വേറെ ആൾ ഇവിടെ ഉണ്ട്. ഇത് ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഞാനിതിൽ കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ചിയ സീഡ്, പംകിൻ സീഡ്, പിന്നെ അതുപോലെ സൺഫ്ലവർ സീഡ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ട്, ബട്ട് ഒരുപാട് കാലമായതുകൊണ്ട് അതെല്ലാം കേട്ട് വന്നിരിക്കണം. ഇപ്പോൾ ഇത് ഫ്ലാക്സ് സീഡ് മാത്രമുള്ളൂ നല്ലതായിട്ടുള്ളത്. ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും മതി. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അധികമായി പോയോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല. ഇതും കുറച്ച് നട്ട്സും പിന്നെ അതുപോലെ കുറച്ച് ഡേറ്റ്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആപ്പിളൊക്കെ ആഡ് ചെയ്ത് അടിപൊളിയാവും. നമുക്ക് അത് വേറെ പ്രശ്നം ചെയ്യാം. എൻ്റെ കയ്യിൽ ആപ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഇങ്ങനെ ചെയ്യണം. ഇനി ഇതും നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് പ്ലസ് ഹണി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഹണീൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇടാത്തതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഹാഫ് സ്പൂൺ ഹണി ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. വേണ്ട, ഡേറ്റ്സ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഞാൻ ഇവിടെ ഒരു 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ആ 5 ഡേറ്റ്സും ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞു പീസാക്കിയിടുമ്പോൾ എന്താ പറയുക, നമുക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് കടിക്കാൻ കിട്ടും. അപ്പം ഓരോ ബൈറ്റിലും നമുക്ക് ഇങ്ങനെ മധുരമുള്ളതുപോലെ ഫീൽ ചെയ്യും. ഇതിൽ 2-3 ടൈപ്പ് ഈത്തപ്പഴം ഉണ്ടാവും. അതാണ് രണ്ടും വേറെ കളറായിട്ടുള്ളത്. ഡേറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാങ്ങും. ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രാണികളൊക്കെ ഇങ്ങനെ വരുന്നത്. അത്യാവശ്യം ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. വാങ്ങുമ്പോൾ എപ്പോഴും ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാം. ഇനി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാ പാലാണ്. നല്ലപോലെ സോക്ക് ചെയ്യണ പോലെ പാല് മാത്രം ആഡ് ചെയ്ത് കൊടുക്കണം. യോഗേർട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇതാ ഞാൻ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ചോദിച്ചാൽ നാളെ നോക്കാം. കാരണം എനിക്കെപ്പോഴും യോഗേർട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോഴാണ് അത് നല്ല ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്യാം. നമ്മൾ വേറെ സെപ്പറേറ്റ് ചായ അങ്ങനത്തെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ പാൽ വേണമെങ്കിൽ ഇത്ര കഴിക്കണോണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഞാനൊരു ഹാഫ് പാക്ക് പാല് ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഓവനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കുഞ്ഞു പഴങ്ങൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഓവർനൈറ്റ് ഓട്സിൻ്റെ മേലെ ഇന്ന് കുറച്ച് കുഞ്ഞുപഴങ്ങൾ കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇതിനി നല്ലപോലെ പാലിലൊക്കെ സോക്കായിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം.